ഈ അമ്മയും മോളും ഒരുപോലെ ഇരിക്കുന്നതിന്റെ അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ പ്രായമാണോ ഒരേ കോളേജിലാണോ പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് എത്താനായിട്ട് എന്താ ചെയ്യുന്നേ? അതെനിക്ക് മനസ്സിലായില്ല. എന്താ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. സീരിയസ് ആയിട്ട് പറയാം, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ആൾക്കാർ ചോദിക്കുമ്പോ ഞാൻ എപ്പോഴും പറയാം ഇന്നസെർട്ടൻ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ, ആ ഒരു എക്സ്പ്രഷനാണ് എനിക്ക് തരാനുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം നിത്യ ഒരു ഫോട്ടോ ഇട്ടിരുന്നു, അതായത് മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പൊ മോള് വിത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, അതിനകത്ത് അമ്മ ഏത് കുട്ടി ഏതെന്ന് തിരിച്ചറിയാൻ ഞാൻ പോലും പാടുപെട്ടു. എനിക്ക് സന്തോഷമായി. മനഃപൂർവ്വം അവരുടെ അതേ കോസ്റ്റ്. എനിക്ക് ഇങ്ങനെ ആൾക്കാർ പറയുമല്ലോ, അതാണ് മെയിൻ കാരണം. കാരണം നമുക്ക് ഭക്ഷണം വേണ്ട, അന്ന് ദിവസം എനിക്ക് സന്തോഷം ഉണ്ടെന്ന് അറിയാം, എനിക്ക് മനസ്സിലാവും. അപ്പൊ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, അല്ലാതെ എന്തെങ്കിലും കോൺഷ്യസ് എഫേർട്ടുകൾ എടുക്കാറുണ്ടോ? സത്യസന്ധമായ മറുപടി പറഞ്ഞാൽ മതി. ജിമ്മിന് പോവും, വർക്ക്ഔട്ട് ചെയ്യും. കാരണം എന്റെ ഹസ്ബൻഡിന് തടിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പൊ ആളെപ്പോഴും എന്നെ കണ്ട ആള് പറയും ഹാത്തി ഹാത്തി. ഞാൻ മെലിഞ്ഞിട്ടാ, എന്നാലും ആള് പറയും ഹാത്തി ഹാത്തി പറയും. അപ്പൊ പറയണം, കുട്ടികളൊക്കെ ഒന്ന് കാണണമെന്ന് പറയണം. അയാൾക്ക് മെലിഞ്ഞതൊക്കെ അറിയുള്ളൂ. അപ്പം ആൾക്ക് ഓഹോ ഹാത്തിയാണല്ലേ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ആണ്. ആൾക്ക് ഒരു ലൈഫിൽ ഒരു എന്താ പറയാ, ഒരു സിസ്റ്റമാറ്റിക് ലൈഫാണ് ആളുള്ളത്. എന്ത് സംഭവിച്ചാലും ആള് രാവിലെ എണീക്കും, ആള് ജിമ്മിന് പോകും, ആള് വിളക്ക് കത്തിക്കും. ആളുടെ ലൈഫ് അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആൾക്ക് അതിനൊരു മാറ്റം ഉണ്ടാവില്ല. നമുക്ക് അങ്ങനല്ല. നമ്മളിപ്പോ തലേന്ന് ലേറ്റ് ആയി കടന്നാൽ നമ്മൾ എണീക്കൊന്നുമില്ല, ഇല്ല. ഞാനൊന്നും എഴുന്നേക്കറിയില്ല. അല്ല, ഞാൻ എണീക്കും. പിന്നെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇന്ന് കുറച്ച് വിഷമല്ലെന്ന് എണീക്കണ്ട, അങ്ങനെയൊക്കെ. പക്ഷെ ആളങ്ങനെയല്ല. ആളുടെ കൂടെ കൂടിയിട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പൊ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ സ്ഥിതി തന്നെ, അവർക്കും ഇഷ്ടമില്ല ഉറങ്ങണം എന്നാണ്, പക്ഷെ ആൾക്ക് നിർബന്ധമാണ് എണീക്കണം എന്നൊക്കെ ഉള്ളത്. പാവ കുഞ്ഞതിനെ അങ്ങനെ തന്നെയാണോ? അതെ, അത് ചെറുതാവുമ്പോ മുതൽ ആൾ അങ്ങനെ ട്രെയിൻ ചെയ്യാം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, ഇത് എന്തൊരു മനുഷ്യനാണ് കുന്താന്നൊക്കെ. അറിയില്ലായിരുന്നോ? അതൊന്നും നമ്മൾ കിടന്നെണീക്കുന്നൊന്നും നമ്മൾ പ്രേമിക്കുമ്പോ അറിയില്ലല്ലോ. അതൊന്നും ഏതെങ്കിലും പ്രേമിക്കുന്ന കുട്ടി ചോദിക്കും നീ എത്ര മണിക്ക് എണീക്കാന്ന് ചോദിക്കില്ല. അത് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. ഇതെല്ലാവർക്കും ഒരു പാടായിക്കോട്ടെ. പ്രേമിക്കുമ്പോ ചോദിക്കണം എത്ര മണിക്ക് എണീക്കും, എത്ര മണിക്ക്. പക്ഷെ അല്ല, ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസമൊന്നുമല്ല, രാവിലെ എണീച്ച് കുളിച്ച് വിളക്കത്തിച്ച് അങ്ങനെ ഒരു ശീലം ഉണ്ട് എനിക്ക്. അപ്പം അയാളിലും അങ്ങനെ ഒരു ശീലം കണ്ടപ്പോ ഞാൻ വിചാരിച്ചോ ഇത് തന്നെ എന്റെ ഭർത്താവ്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഒരു ദിവസം പോലും ആളത് മാറ്റൂലെന്ന്. നമ്മൾ മാറ്റും. സാറ്റർഡേ നമ്മൾ വേണ്ട ഇന്നിപ്പോ ചിലപ്പോ വിളക്ക് എത്തിക്കണ്ട, ഒന്ന് എണീക്കണ്ട, അങ്ങനെയൊക്കെ വിചാരിക്കില്ലേ. ആൾക്ക് അങ്ങനെ നടക്കില്ല അല്ലെ. പക്ഷെ ഇപ്പൊ ഞാൻ അതായിട്ട് യൂസ്ഡ് ആയി. ഇപ്പൊ എന്റെ കുട്ടികൾക്ക് പറയുന്നുണ്ട് അച്ഛൻ അമ്മയ്ക്കെങ്കിലും ഒന്ന് മാറിക്കൂടെ, ഞാൻ മോളെ തായി പോയതാ, ഇനി ചെയ്യാൻ പറ്റൂലോ ഒന്ന്. ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പള്ളിമണി എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ നേരത്തേക്ക് പേടിയുണ്ടായിരുന്നോ? അയ്യോ ഇനി എങ്ങനെയായിരിക്കും ആളുകളെ സ്വീകരിക്കുക, അങ്ങനെയൊക്കെയുള്ള ആലോചിച്ചിട്ട്? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു സൈക്കോ ത്രില്ലർ മൂവി അല്ലേ. അപ്പം എന്തായാലും ആൾക്കാരെ സ്വീകരിക്കാണ്ടിരിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. അതെ, അപ്പൊ ഈ പറക്കും തളിക ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതേ വിശ്വാസം പറക്കും തളിക ചെയ്യുമ്പോ ഒന്നും അറിയില്ലല്ലോ, 16 വയസ്സല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ